വേഗം വരുന്ന യേശുവിനെ കുറിച്ച് അല്പസമയം സംസാരിക്കാൻ നിൽക്കുകയാണ്. അല്പനേരം ഞങ്ങളെ ശ്രവിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ഞങ്ങൾ ഇവിടെ സുവിശേഷിക്കുന്നത്, പ്രസംഗിക്കുന്നത്. ആ വചനം ദൈവമായിരുന്നു. ആ ദൈവത്തെയാണ് ഞങ്ങൾ പറയുന്നത്. വചനമില്ലാതെ ഒന്നും സാധ്യമല്ല. വചനം ദൈവമാണ് നമ്മളെ നടത്തുന്നത്, നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മളെ സഹായിച്ച് അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തെയാണ്, ഏകസത്യ ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. മഹാദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. പരിശുദ്ധനായവനെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, നിത്യപിതാവാണ്. ആ ദൈവത്തിന്റെ പേരാണ് യേശു എന്ന്. ആ യേശുവിന് എല്ലാം കഴിയും, എല്ലാം സാധിക്കും, എല്ലാം നിവർത്തി ചേരുന്ന ഈ ഭൂചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ച, നമ്മളെ നടത്തുന്ന, നമ്മളെ സൃഷ്ടിച്ച ആ ദൈവത്തെയാണ് ഞങ്ങളിവിടെ പറഞ്ഞു തരുന്നത്. ഞങ്ങളെ അല്പസമയം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിച്ചാൽ അവന്റെ മഹത്വം കാണുവാൻ സാധിക്കും. വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മഹത്വം അവൻ കൊടുക്കും. ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന ദൈവജനമേ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞങ്ങളെ കേൾക്കുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ പേരാണ് യേശു എന്ന്. ആ യേശു നമ്മളെ അനുഗ്രഹിക്കും, നമ്മളോട് കൂടെ ഇരുന്ന് വഴി നടത്തും. നമ്മൾ നടക്കേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരും. നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. ആ ദൈവത്തെ ഒന്ന് വിളിക്കണമേ. കാരണം ജീവനുള്ള ദൈവമാണ്. നമ്മളുടെ ഓരോരുത്തരുടെ പാവങ്ങളുടെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവമായതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് ഇറങ്ങി വരുന്നതും നമ്മൾ അപേക്ഷിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ആണ് ഞാൻ വിളിച്ചു പറയുന്നത്. ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ദൈവം നമ്മളെ സ്നേഹിക്കും. നമ്മൾ ഒരു പടി അങ്ങോട്ട് ചെല്ലുമ്പോൾ രണ്ടു പടി നമ്മളുടെ അടുത്ത് വരുന്ന ദൈവമാണ്. ദൈവത്തെ അന്വേഷിച്ച് എങ്ങും പോകണ്ട. ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവമാണ്. എപ്പോഴും നമ്മുടെ സമീപമുള്ള ദൈവമാണ്. നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്. നമ്മൾ രോഗാവസ്ഥയിലാണോ, നമ്മൾ ക്ഷീണത്തിലാണോ, പ്രയാസത്തിലാണോ, എവിടെയായിരുന്നാലും ഏത് വിഷയത്തിന്മേലാണേലും പ്രവർത്തിക്കുന്ന ഒരേ ഒരു ദൈവം ആ ജീവനുള്ള ദൈവമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, പാപികളുടെ വഴി നിൽക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരായിരിക്കുവാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവം നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കും. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞ ദൈവമാണ്. അത് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് രക്ഷപ്പെടണമോ, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ സഹായിക്കും. രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല. ഒരുത്തൻ പോലും നമ്മളെ രക്ഷിക്കില്ല. മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. എഴുതിയ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില്, യേശുവിനെ കർത്താവെന്ന വായു കൊണ്ട് ഏറ്റുപറയും ദൈവം അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം മതി നമ്മൾ രക്ഷിക്കപ്പെടുവാൻ. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി നമ്മൾ രക്ഷ പ്രാപിക്കാൻ. അല്ലാതെ ആർക്കും തന്നെ നമ്മെ രക്ഷപ്പെടുത്തുവാനായിട്ട് ആർക്കും സാധിക്കില്ല. ഒരുവനുണ്ട് രക്ഷപ്പെടുത്തുവാനായിട്ട്. അവൻ നമ്മളെ വന്ന് രക്ഷപ്പെടുത്തും, രക്ഷിക്കപ്പെടും.
നമ്മുടെ ഭവനം തന്നെ രക്ഷിക്കപ്പെടും, നമ്മുടെ കുടുംബം രക്ഷിക്കപ്പെടും, നമ്മുടെ അയൽവാസികൾ രക്ഷിക്കപ്പെടും. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, നമ്മൾ വിശ്വസിച്ചാൽ മതി. പ്രാർത്ഥനയാണ് എപ്പോഴും നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടിയത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ സഹായിക്കും. നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ നേടിത്തരുന്ന ദൈവമാണ്. ഞങ്ങളും അങ്ങനെ തന്നെ ആവശ്യങ്ങൾ നേടിയെടുത്ത് ഞങ്ങളെ വിടിവെച്ച രോഗാവസ്ഥയിൽ നിന്ന് വിടിവെച്ച അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഞങ്ങളും അത്ഭുതങ്ങളിൽ നിന്ന് വിടിവെച്ച് ഇത്രത്തോളം നടക്കുമാറാക്കി, ഇത്രത്തോളം നിൽക്കുമാറാക്കിയ ദൈവത്തെ പ്രവേശിക്കുവാനായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ പല മന്ത്രിമാരെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത്ഭുത മന്ത്രി എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു എന്ന്. ആ ദൈവത്തെ പറയുവാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അത്ഭുതം ചെയ്തത് ഓർത്താൽ ഞങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചു പറയാതിരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് പണിയില്ലാതിട്ടല്ല, ഞങ്ങൾക്ക് സമയമുണ്ടായിട്ടല്ല, സമയമുണ്ടാക്കി ദൈവം തന്ന സമയം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. ഞാനാണെങ്കിൽ തലയിൽ 3 ഓപ്പറേഷനൊക്കെ ചെയ്ത് ഡോക്ടർമാരെന്നെ ഉപേക്ഷിച്ചതാണ്. മരിച്ചു പോകും, ജീവൻ കിട്ടുകയില്ല. അഥവാ ജീവൻ കിട്ടിയാൽ കോമാ സ്റ്റേജിൽ കിടക്കും, ഒരു മാംസപിണ്ഡം പോലെ, അല്ലെങ്കിൽ തളർന്നു കിടക്കും, സംസാരിക്കുകയില്ല, കണ്ണു കാണുകയില്ല, ചെവി കേൾക്കുകയില്ല, നടക്കുകയില്ല എന്നെ വിധി എഴുതിയ മെഡിക്കൽ സയൻസ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാര് ഒന്നല്ല അനേകം ഡോക്ടർമാര് കൂടി നിന്ന് അവരെ വിധി എഴുതുകയാണ്. എന്നാൽ അവിടെയൊക്കെ അത്ഭുതം പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ഇന്ന് ഞാൻ നടക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. 3 ഓപ്പറേഷൻ ചെയ്തപ്പോഴും എന്നോട് പറഞ്ഞു മരണപ്പെട്ടു പോകുമെന്ന്. എന്നാൽ ജീവിക്കുന്നത് കൊണ്ടല്ല, മരണത്തിൽ നിന്ന് വിടിവെച്ച് എന്നെ ഇത്രത്തോളം നടത്തുന്നത് എന്റെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്, ദൈവത്തിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ്, മനസ്സലിവ് കൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ ആ ദൈവം ഓർക്കുമ്പോൾ എത്ര നന്ദി പറയണമെന്ന്, എങ്ങനെ വിളിച്ചു പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അത്ഭുത മന്ത്രിയാണ്, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നത്. ഇത്രത്തോളം എന്നെ നടക്കുമാറാക്കി, എനിക്ക് ചെവിക്ക് കേൾവി തന്നു, കണ്ണിന് കാഴ്ച തന്നു, സംസാരിച്ചു തന്നു. കോമാ സ്റ്റേജിൽ കിടന്നില്ല, ഫിക്സ് വന്നില്ല. എന്തിനു തന്നെ പറയുന്നു, വളർന്നൊന്നും കെടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ വന്നതെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങളും കേൾക്കണമേ, നിങ്ങളും വിശ്വസിക്കണമേ, ദൈവത്തിൽ ആശ്രയിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ, കടത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. നിങ്ങൾ ഓടി നടക്കണ്ട. നമ്മളുടെ നേർച്ച കാഴ്ച കൊണ്ടോ ദൈവത്തിന് പൈസയ്ക്ക് ആവശ്യമില്ല. ദൈവം തന്ന പൈസ ഇല്ലാതെ നമ്മൾക്കൊന്നുമില്ല. ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടമായാൽ എന്താണ് പ്രയോജനമുള്ളത്? അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിച്ചു വെക്കുന്നതോ നേടുന്നതോ ഒന്നും നമ്മളുടെ കൂടെ വരികയില്ല. നമ്മൾ ജനിച്ചു വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മരിച്ചു പോകുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകില്ല. എന്തിനു തന്നെ പറയുന്നു, ആരും നമ്മുടെ കൂടെ വരികയില്ല. നമ്മുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ ആരും തന്നെ എല്ലാവരും കുഴിക്കടവ് വരെ വരും. അത് കഴിയുമ്പോൾ അവരെല്ലാവരും തിരികെ പോകും. പിന്നെ നമ്മളുടെ പേര് അവിടെ മാഞ്ഞു പോവുകയാണ്. എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയാൽ അത് ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. നമ്മൾ ഓർക്കണമേ, നമ്മുടെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതുവാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണമേ. വിശ്വസിച്ചാൽ മതി, നമ്മുടെ കർത്താവിനോട് കൂടെ ഇരുന്നാൽ മതി. നമ്മളെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുവാൻ ദൈവം സന്നദ്ധനാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ദൈവം നമ്മളെ രക്ഷിക്കും, നമ്മളെ സഹായിക്കും, നമ്മളെ അനുഗ്രഹിക്കും. രക്ഷിക്കാൻ നമ്മളെ ഈ ലോകത്തിൽ ആരും തന്നെ രക്ഷിക്കാൻ കഴിയില്ല. പണത്തിനോ ഡോക്ടർമാർക്കോ നമ്മുടെ സമൂഹത്തിനോ സമുദായത്തിനോ ആർക്കും തന്നെ, പാർട്ടിക്കാർക്കോ നമ്മുടെ മന്ത്രിമാർക്കോ ആർക്കും തന്നെ നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ അത്ഭുത മന്ത്രി എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു എന്ന്. ആ ദൈവം നമ്മളെ രക്ഷിക്കും, നമ്മളെ സഹായിക്കും. കടഭാരത്താൽ വലയുന്നവരാണോ പ്രാർത്ഥിക്കുക, നേർച്ച കൊടുക്കണ്ട, നമ്മൾ പണം കൊണ്ട് പോകണ്ട. നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ കർത്താവ് യേശു കർത്താവ് ഇറങ്ങി നമ്മുടെ അടുത്ത് വരും. കാരണം ജീവനുള്ള ദൈവമായതുകൊണ്ടാണ് നമ്മുടെ അടുക്കളേക്ക് ഇറങ്ങി വരുന്നത്. ഇന്നും ജീവിക്കുന്ന ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മളെ തലോടും, നമ്മളോട് സംസാരിക്കും. ആ സംസാരം നമ്മൾ കേൾക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ
ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെ, ഒരാൾ മാത്രമല്ല, നമ്മുടെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഒരാൾ വിശ്വസിച്ചാൽ മതി. അതുകൊണ്ട് ആണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി. രോഗത്താൽ ഭാരപ്പെടുന്നവര്, കടത്താൽ ഭാരപ്പെടുന്നവര്, ബുദ്ധിമുട്ടുന്നവര്, വിശ്വാസമില്ലാത്തവര്, സമാധാനമില്ലാത്തവര് എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് നമുക്ക് വിടുതൽ കിട്ടും. വിടുവയ്ക്കാൻ ശക്തനായ ദൈവമാണ്, മഹാദൈവമാണ്, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ്. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനമോ ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഒരിക്കലും മാഞ്ഞു പോകുകയില്ല, മറഞ്ഞു പോകുകയില്ല, എന്നേക്കും അത് നിലനിൽക്കും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ ഇത്രയും നേരം കേട്ട സഹോദരന്മാരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ആമേൻ. ഹല്ലേലൂയ.